ഇപ്പുറത്ത് ഫുട്ബോൾ ആവേശം പ്രത്യേകം പറയേണ്ടതില്ല. നമ്മൾ അത് വെറും 90 മിനിറ്റിന്റെ കളിയല്ല, തലമുറകൾ കൈമാറിയ വികാരമാണ്. ഇന്ന് ലോകകപ്പ് സെമിഫൈനലിൽ അർജന്റീനയും ഇംഗ്ലണ്ടും നേർക്കുനേർ എത്തുമ്പോൾ മത്സരത്തിന്റെ ചൂട് മലപ്പുറത്തെ ഓരോ കവലയിലുമുണ്ട്. സോണൽ കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം, തിരിച്ചുവരാം. അർജന്റീന ഇംഗ്ലണ്ട് മത്സരത്തിനായിട്ട് ഫാൻസ് ഒക്കെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു ഭാഗത്ത് ഇംഗ്ലണ്ട് ഫാൻസും മറുഭാഗത്ത് അർജന്റീന ഫാൻസും ഉണ്ട്. പക്ഷേ ഇംഗ്ലണ്ട് ഫാൻസിന് കൂടെ ബാക്കി എല്ലാ ടീമിന്റെയും ഫാൻസ് ഉണ്ട് അല്ലേ? ഒരു സാമ്പാർ മുന്നണിയാണ് ഇംഗ്ലണ്ട് ഫാൻസ്. ഇംഗ്ലണ്ട്, ബ്രസീല്, പോർച്ചുഗല്, ജർമ്മനി, അങ്ങനെ ഒരു നീണ്ട നിരയാണ് ഞങ്ങൾക്കെതിരെയുള്ളത്. നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ മാറിക്കൊണ്ടിരിക്കല്ലേ. ഞങ്ങൾ മെമ്പർഷിപ്പ് ഫില്ലായിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത വേൾഡ് കപ്പിൽ നമുക്ക് നോക്കാം. കഴിഞ്ഞ മത്സരങ്ങളിൽ നമ്മൾ കണ്ടതാണ്, അതായത് പുറകിലേട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പക്ഷേ തോറ്റു പോകുമോ എന്നൊക്കെ തോന്നിയ നിമിഷങ്ങളിൽ നിന്ന് വലിയ തോതിൽ തിരിച്ചു വരുന്ന ഒരു അർജന്റീന ടീമിനെ അത്തരത്തിൽ എന്തെങ്കിലും സന്ദർഭങ്ങൾ ഉണ്ടാവും? മുൻപത്തെ എതിരാളികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇംഗ്ലണ്ട് നല്ല ശക്തമാണല്ലോ, വീര്യം കൂടുതലാണ്. തീർച്ചയായിട്ടും നല്ലൊരു കളി തന്നെ നമുക്ക് ഇന്ന് രാത്രി കാണാൻ സാധിക്കും. ഫൈനൽ വിജയം അർജന്റീനക്ക് തന്നെ ആയിരിക്കും. മെസ്സി ഗോൾ അടിക്കും. മെസ്സി ഗോൾ അടിക്കും, അടിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ അടിച്ചിട്ടില്ലേ. മെസ്സി അല്ലേ 4-5 ആൾക്കാരെ പോസ്റ്റിന്റെ മുന്നിലിട്ടിട്ട് വെട്ടിച്ച് ഗോൾ അടിച്ചിട്ടുണ്ട് അല്ലേ? ജനങ്ങൾക്കൊക്കെ അതറിയാലോ. പിന്നെ ബ്രസീലുകാർ ആദ്യം പടക്കം കുറെ പൊട്ടിച്ച് 2 ഗോൾ ഇട്ടതിന് ശേഷം എല്ലാം ഓഫാക്കി പോയി കടന്നുറങ്ങി. ഇന്നിപ്പോ അങ്ങനൊക്കെ സംഭവിക്കും. ഇന്ന് അതിലേറെ സംഭവിക്കും. മെസ്സിയാണ് താരം. ഇത് മെസ്സിക്ക് കളി കുറച്ച് ടൈറ്റ് ആക്കാൻ സാധ്യതയുണ്ട്. ഇംഗ്ലണ്ടാണ് ടീം. ആ മെസ്സിനെ മാർക്ക് ചെയ്താൽ മെസ്സിന്റെ കെയറോപ്പിൽ വേറെ ആരെങ്കിലൊക്കെ ഗോൾ അടിക്കും. അതിനാണ് സാധ്യത കൂടുതൽ കേട്ടോ. അസിസ്റ്റ് ഉണ്ടാവും, അത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോഴും ഇല്ല, ചെറുക്കം കാണിക്കൊണ്ടല്ലോ. ഇന്നിവിടെ ശരിക്കും നമ്മൾ മലപ്പുറം ടൗൺ സെന്ററിൽ തന്നെ നമ്മളെ വേബറേജ് മലപ്പുറം മുനിസിപ്പൽ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ 1000-ൽ കൂടുതൽ ആളുകൾക്ക് ഒന്നിച്ചിരുന്ന് കാണാനുള്ള ബിഗ് സ്ക്രീൻ സൗകര്യം എടുത്തു പറയേണ്ടതാട്ടോ. മലപ്പുറത്തിന്റെ ഹൃദയ ഭാഗത്തിൽ ടൗൺ ഹാളിലാണ് അത്തരത്തിൽ മത്സരം കാണാൻ. ഒരു പേയ്മെന്റും വേണ്ട, ആർക്കും വന്നാലും ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് എൻട്രിയാണ്. വേബറേജ് മലപ്പുറം മുനിസിപ്പൽ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. നമ്മുടെ പ്രസിഡന്റാണ് ഇത്, നമ്മളെ സിദ്ദാഖ. അവരാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നിയന്ത്രിക്കുന്ന ആള്. അത് വലിയ ഉപകാരമാവും അല്ലേ കായിക പ്രേമികൾ? ഫുട്ബോൾ പ്രേമികൾക്ക് ഏറ്റവും വലിയൊരു ഉപകാരമുള്ള സംഭവമാണ്. കാരണം മലപ്പുറം പ്രദേശങ്ങളിൽ ഇങ്ങനത്തെ ഒരു സംഭവം ആരും ചെയ്തിട്ടില്ല. കളി കാണാൻ വരുന്ന ആളുകൾക്ക് തീർച്ചയായും സൗജന്യമായിട്ട് നമ്മൾ ചായ ഉണ്ട്, ഫ്രീ ആയിട്ടുള്ള എൻട്രി ഉണ്ട്, ഫാമിലിക്ക് പ്രത്യേക സൗകര്യം ഉണ്ട്. ബിഗ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20 അടിയോളമുള്ള സ്ക്രീനല്ല, സാധാ സ്ക്രീനല്ല, ബിഗ് സ്ക്രീൻ തന്നെയാണ്. കായിക പ്രേമികളൊക്കെ ഡബിൾ ആവേശത്തിലാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് മത്സരത്തിലേക്കുള്ളത്. ആര് വീഴും ആര് വാഴും എന്നുള്ളതൊക്കെ മത്സരത്തിന് ശേഷം നമുക്ക് നോക്കിക്കാണാം. ഷെഫീഖ് അർലായിക്കൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ, മലപ്പുറം.